നമസ്കാരം. ഒരു കഥ പറയാം. രണ്ടുപേർ ഒരുമിച്ച് സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് കയറുന്നു. ഒരാൾ നായകനാകുന്നു, മറ്റൊരാൾ സഹനടനാകുന്നു. കാലം മാറി. ഇന്ന് ആ സഹനടൻ പ്രധാന വേഷത്തിലെത്തുന്ന നായകനായി മാറി. കോടികളുടെ വിലമതിപ്പുള്ള നായകൻ. എന്നാൽ ആദ്യ സിനിമയിൽ നായകനായി എത്തിയ ആളോ? നമസ്കാരം. മാത്യു തോമസ്, നസ്രിൻ കെ ഗഫൂർ ഇരുവരും ഒരുമിച്ച് സിനിമാ മേഖലയിൽ ജീവിതം ആരംഭിച്ചതാണ്. ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ എന്നുള്ളതാണ് ചോദ്യം. തണ്ണീർമത്തൻ ദിനങ്ങളിൽ മാത്യു തോമസ് പ്രധാന വേഷത്തിലെത്തിയപ്പോൾ നസ്രിൻ എത്തിയത് സഹനടനായാണ്. മാത്യു ആ ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയി. ചിത്രം ഗംഭീര വിജയമായി മാറി. പിന്നീട് മാത്യുവിന് തിരിഞ്ഞു നോക്കേണ്ടി വരാത്തൊരു സാഹചര്യവും ഉണ്ടായി. ഏകദേശം കുമ്പളങ്ങി നൈറ്റ്സ് മുതൽ തന്നെ മാത്യു സിനിമാ ജീവിതം ആരംഭിച്ചെങ്കിൽ പോലും പ്രധാന വേഷത്തിൽ എത്തിയത് തണ്ണീർമത്തൻ ദിനങ്ങളായതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ലഭിച്ച വേഷങ്ങളുമെല്ലാം തന്നെ നായക വേഷങ്ങളിൽ തന്നെയായിരുന്നു. പിന്നീട് അഞ്ചാം പാതിരയും ഓപ്പറേഷൻ ജാവയും എല്ലാം മാത്യു തോമസ് ചെയ്തതിനു ശേഷം ഒരു വലിയ പ്രതീക്ഷ മാത്യുവിന്മേൽ വന്നു. പ്രേക്ഷകർക്ക് മാത്യുവിനോടുള്ള വിശ്വാസം കൂടി. പിന്നീട് മാത്യു നായകനായും അഭിനയിക്കാൻ തുടങ്ങി. നസ്ലിനോടൊപ്പം തന്നെ ജോആൻ ജോയിലും നെയ്മറിലുമൊക്കെ തുല്യവേഷങ്ങൾ ഇരുവരും കൈകാര്യം ചെയ്യുന്നൊരു സാഹചര്യവും ഉണ്ടായി. എന്നാൽ തമിഴിൽ നിന്ന് മാത്യുവിനൊരു കോൾ വരുന്നു, വിജയുടെ മകനായി അഭിനയിക്കാൻ. സത്യം പറയുകയാണെങ്കിൽ മലയാള സിനിമാ മേഖല ഒന്നാകെ ഞെട്ടിപ്പോയി. കാരണം ആ പ്രായത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് വിജയുടെ മകനായി അഭിനയിക്കുക എന്നുള്ളത്. ആ നറുക്ക് കിട്ടിയത് മാത്യുവിനാണ്. മാത്യു തമിഴിൽ പോയി ആ വേഷം ചെയ്തു. ആ വേഷത്തിന് ഗംഭീര അഭിപ്രായവും കിട്ടി. എന്നാൽ തിരിച്ച് മാത്യു മലയാളത്തിലേക്ക് വരുന്നത് നായകനായിട്ടാണ്. ചെയ്ത സിനിമകൾ പരാജയങ്ങളായി മാറി തുടങ്ങിയിരുന്ന സമയം. അതായത് ക്രിസ്റ്റി പോലൊരു സിനിമ വലിയ ബഡ്ജറ്റിൽ വന്ന് വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയ സിനിമ ആദ്യ ദിനം തന്നെ നെഗറ്റീവ് അഭിപ്രായം കേട്ട് താഴ്ന്നുപോയി. പിന്നീട് ചെയ്ത സിനിമകൾ ഓരോന്നും ബോക്സ് ഓഫീസിൽ വലിയ വിജയമായില്ല. ഏറ്റവും ഒടുവിൽ ഒരു 3D ചിത്രമായ ലവ്ലി എന്ന സിനിമ നായകനായി വന്നു. തിയേറ്ററിൽ വന്നതുപോലും പല പ്രേക്ഷകരും അറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനിടയിൽ ബ്രോമാൻസിലെ ഹൈപ്പർ ആക്റ്റീവ് കഥാപാത്രത്തിന് കേട്ട വിമർശനത്തിനും കയ്യും കണക്കുമില്ല. അതിനിടയിൽ ധനുഷിന്റെ സംവിധാനത്തിൽ തമിഴിൽ പോയി അഭിനയിച്ചെങ്കിലും അതും വേണ്ട രീതിയിൽ ശ്രദ്ധ കിട്ടിയില്ല. അങ്ങനെ മാത്യുവിൻ്റെ സിനിമാ ജീവിതം കുറച്ച് പ്രതിസന്ധിയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞാലും അതിൽ തർക്കിക്കാൻ ആരും ഉണ്ടാവില്ല. നേരെ മറിച്ച് നസ്രിൻ കെ ഗഫൂർ ആദ്യ ചിത്രമായ തണ്ണീർമത്തൻ ദിനങ്ങളിൽ വന്ന് തൻ്റെ ശൈലി കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചെടുത്ത പ്രതിഭ. അതിന് പിന്നാലെ ദിലീപിൻ്റെ മകനായി കേശു ഈ വീടിനാഥൻ എന്ന സിനിമയിലെത്തി. സൂപ്പർ ഷെഡ്നിയിലും മികച്ച വേഷം കൈകാര്യം ചെയ്തു. നസ്ലിൻ്റെ തലവര തന്നെ മാറുന്നത് പ്രേമലു എന്ന ചിത്രത്തിലൂടെയാണ്. പ്രേമലുവിലെ സച്ചിൻ എന്ന കഥാപാത്രത്തെ ഇന്നും ജെൻസി പിള്ളേർ കൊണ്ടു നടക്കുന്നുണ്ട്. നസ്രിൻ ഇന്നെത്തി നിൽക്കുന്നത് നായകനായിട്ടാണ്. ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തി. അതും ആവറേജ് റിപ്പോർട്ട്സ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചു. ഒരു ഹിറ്റ് ചാർട്ടിലേക്ക് ആ സിനിമ ഇടം പിടിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നസ്ലിൻ ലോക ചാപ്റ്റർ 1 എന്ന സിനിമയിലൂടെ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ആളായി മാറി. പ്രേമലു എന്ന ചിത്രത്തിലൂടെ തന്നെ തെലുങ്കിലും ഒക്കെ തന്നെ നസ്ലിൻ പോവുകയും അവിടെ സൗത്ത് ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ നസ്ലിൻ ഒരു ഫെമിലിയർ ഫേസായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ലോകയിലൂടെ വീണ്ടും ഇന്ത്യ ഒട്ടാകെ നസ്ലിൻ കറങ്ങുമ്പോൾ പോലും പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറി തുടങ്ങി. ഗ്രാഫും മാറി തുടങ്ങി. നസ്ലിൻ ഇനി അഭിനയിക്കാൻ പോകുന്നത് ആസിഫ് അലി ചിത്രമായ ടിക്കി ടാക്കയിലാണ്. നസ്ലിൻ ഇതുപോലെ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രോജക്റ്റുകളുമുണ്ട്. ലോക എന്ന സിനിമയുടെ ഗംഭീര വിജയത്തിന് ശേഷം മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നും നസ്ലിന് കോൾ വരുന്നു. മമിത ബൈജു, പ്രേമലുവിൽ നായികയായി എത്തിയ മമിത ബൈജു ഇപ്പോൾ സൂര്യയുടെ കൂടെ അഭിനയിക്കുന്നു. തമിഴിൽ മറ്റു പ്രോജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ മമിതയും ബിസിയായി മാറി തുടങ്ങി. ഇവിടെ നസ്ലിനും മാത്യുവും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാത്യുവും നസ്ലിനും എടുത്ത തീരുമാനങ്ങളാണ്, സ്ക്രിപ്റ്റ് സെലക്ഷനുകൾ. എന്തുകൊണ്ട് മാത്യു ഇതുപോലുള്ള സിനിമകൾ കൈകാര്യം ചെയ്തു, എന്തുകൊണ്ട് ഇതൊക്കെ സെലക്ട് ചെയ്തു എന്നൊക്കെ ആ സമയത്ത് മാത്യുവിൻ്റെ സിനിമകൾ റിലീസായിരുന്ന സമയത്ത് മാത്യു നായകനായി എത്തിയ സിനിമകൾക്കൊക്കെ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. നേരെ മറിച്ച് നസ്ലിൻ വളരെ കൃത്യതയാർന്ന രീതിയിൽ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന അഭിപ്രായങ്ങൾ. അതായത് രണ്ടുപേരുടെയും കരിയർ ഗ്രാഫ് അപ്പാടെ മാറി എന്നത് വേണം പറയാൻ. ഇപ്പോൾ യൂത്തന്മാരിൽ തിളങ്ങി നിൽക്കുന്ന ദുൽഖറും നിവിനും ഫഹദും ടൊവിനോയുമെല്ലാം സീനിയർ കാറ്റഗറിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയവും കൂടിയാണിത്. ലാലേട്ടനും മമ്മൂക്കയും ജയറാമും സുരേഷ് ഗോപിയും എല്ലാം തന്നെ ലെജൻഡറി ആയി മാറിക്കഴിഞ്ഞു. സീനിയർ ആർട്ടിസ്റ്റ് പൊസിഷനിലേക്ക് ഇരുവരും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജനറേഷൻ ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. അതിനിടയിൽ വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന യുവതാരങ്ങളാണ് മാത്യുവും നസ്ലിനുമൊക്കെ. എന്നാൽ മറ്റു ചില യൂത്തന്മാരും കൂടി ഉണ്ട് കേട്ടോ. സംഗീത് പ്രതാപ്. പ്രേമലു എന്ന ചിത്രത്തിൽ നസ്ലിൻ്റെ കൂട്ടുകാരനായി അഭിനയിച്ച സംഗീത്
പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൃദയപൂർവ്വത്തിൽ ലാലേട്ടനൊപ്പം ഉടനീളം വേഷം ചെയ്യുകയാണ്. സംഗീതിനെ പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ ഒരു ചിരി വരുന്നുണ്ട്. ഒരു വലിയ സന്തോഷം പ്രേക്ഷകർക്കും ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു വലിയ പ്രധാനപ്പെട്ട താരം സന്ദീപാണ്. പടക്കളം എന്ന ചിത്രത്തിൽ സന്ദീപിന്റെ പെർഫോമൻസിനെ ഇന്നും വാഴ്ത്തുന്നവരുണ്ട്. സിനിമ തിയേറ്ററിൽ വലിയ വിജയമായി OTT-യിലും കണ്ടതിനു ശേഷം സന്ദീപിന്റെ പെർഫോമൻസിനെ വാഴ്ത്തുന്ന സമൂഹം ഇന്നുണ്ട്. അത് യുവാക്കളായിക്കോട്ടെ, കുടുംബ പ്രേക്ഷകരായിക്കോട്ടെ. ഷറഫുദ്ദീനും സുരാജ് വെഞ്ഞാറമൂടിനൊപ്പം കട്ടക്കി നിന്ന സന്ദീപ് ഇപ്പോൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ അഭിജിത്ത് ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നായകനായിട്ടാണ്. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ ഒരു സീനിയർ ലെവൽ കാറ്റഗറിയിലോട്ടുള്ള ജനറേഷൻ ഷിഫ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ കരിയറിൽ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. മാത്യു നായകനായപ്പോൾ സഹനടനായി ആരംഭിച്ച നസ്ലൻ ഇപ്പോൾ നസ്ലന് വേണ്ടി വിലകൾ കോടികൾ കൊടുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാകുമ്പോൾ മാത്യുവിൻ്റെ കരിയറിന് എന്താണ് സംഭവിച്ചതെന്നത് ചോദ്യചിഹ്നവും നിൽക്കുകയാണ്. ലിയോ എന്ന ചിത്രത്തിൽ വിജയുടെ മകനായി മാത്യു എത്തിയപ്പോൾ മാത്യു വിജയെ നോക്കി അപ്പ എന്ന് വിളിക്കുന്നത് കേട്ട് തനിക്ക് രോമാഞ്ചം വന്നിട്ടുണ്ടെന്ന് നസ്ലൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. എന്നാൽ നസ്ലൻ്റെ ലോകയുടെ വിജയത്തിന് ശേഷം മാത്യു ഒരു സ്റ്റോറിയോ പോസ്റ്റോ നസ്ലനുമായി ബന്ധപ്പെട്ടോ തൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാനോ ഇതുവരെ തയ്യാറായിട്ടുമില്ല. എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിക്കുന്നത് എന്നുള്ള ഗോസിപ്പ് കോളത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഇരുവരും തമ്മിലുള്ള കരിയറിൽ വലിയ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്യുവിന് തിരിച്ചു വീണ്ടും ലൈംലൈറ്റിലേക്ക് വരണമെങ്കിൽ വലിയൊരു ഹിറ്റ് അനിവാര്യമാണ്. നസ്ലനാകട്ടെ കിട്ടിയ പാൻ ഇന്ത്യൻ റീച്ചിൽ പിടിച്ചു നിൽക്കുകയും വേണം.